നമസ്കാരം. വയനാട് ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ ഡാം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചതോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് നിലവിൽ ഉയരുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ഇന്ന് അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ ഡാം പുതിയത് പണിയണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ സംബന്ധിച്ച് ഇടുക്കി കുളമാവിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 130 അടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 28-ന് അതിശക്തമായ മഴയുണ്ടായപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് 131.6 വരെ എത്തിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആരായിരിക്കണം ഉത്തരവാദിത്തമെന്ന് പരസ്പരം കുറ്റപ്പെടുത്താതെ വ്യക്തത രൂപപ്പെടുത്തുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസെപ്റ്റ് ഡാം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ കേരളം ആഗ്രഹിക്കുന്നത്. നേരത്തെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. മുല്ലപ്പെരിയാറിനെ ജലബോംബ് എന്നാണ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ വിശേഷിപ്പിച്ചത്. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചകളിലേക്ക് വന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംയുക്ത സമരസമിതി കഴിഞ്ഞ ആഴ്ച പ്രതിഷേധം നടത്തിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉടൻ പുതുക്കി നിർമ്മിക്കണമെന്നാണ് RJDയും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്